കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് ഭക്ഷണം നൽകുന്ന ജനകീയ ഹോട്ടലുകളുടെ പ്രവർത്തനം സബ്സിഡി അരി വിതരണം നിലച്ചതോടെ പ്രതിസന്ധിയിലായി. ഒരു മാസം 6 ക്വിന്റൽ അരി സബ്സിഡി നിരക്കിൽ ലഭിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ ഏപ്രിൽ മുതൽ വിതരണം മുടങ്ങിയിരിക്കുകയാണ്. സബ്സിഡി നിരക്കിൽ 6 ക്വിന്റൽ അരി കിട്ടുന്നുണ്ടായതാണ് ഞങ്ങൾക്ക് ഇതുവരെയായിട്ട്. ഇപ്പോൾ സബ്സിഡി പുതുക്കാത്തത് കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ അരിയില്ല. ഈ കഴിഞ്ഞ മാസം കിട്ടിയ അരി കൊണ്ട് ഇത്രയും ദിവസം വെച്ചു. ഇനിയിപ്പോൾ 30 രൂപയ്ക്ക് ചോറ് കൊടുക്കാനുള്ള അരി നമുക്ക് ലഭിക്കില്ല. ഇനിയിപ്പോൾ അതിന് എന്തിന് തീരുമാനം എടുക്കാതെ ഇപ്പം മുമ്പോട്ട് ജനകീയ ഹോട്ടൽ എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ തീരുമാനത്തിലെത്തണം. അല്ലാതെ ഞങ്ങൾക്ക് ഈ 42-50 രൂപയ്ക്കൊന്ന് അരി മേടിച്ചിട്ട് 30 രൂപ വരെ ചോറ് കൊടുക്കാൻ കഴിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കോവിഡ് കാലത്ത് ആരംഭിച്ച ജനകീയ ഹോട്ടലുകൾക്ക് കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിച്ചിരുന്ന അരി ഇപ്പോൾ 42 രൂപയ്ക്ക് വാങ്ങേണ്ട സാഹചര്യമാണുള്ളത്. എന്നാൽ ഭക്ഷണത്തിനുള്ള നിരക്ക് ഇപ്പോഴും 30 രൂപ മാത്രമാണ്. ചായയും പലഹാരങ്ങളും 10 രൂപയ്ക്കാണ് നൽകുന്നത്. പാലിനും പാചകവാതകത്തിനും ഉൾപ്പെടെ സാധനങ്ങളുടെ വില വർദ്ധിച്ചിട്ടും സർക്കാർ അനുമതിയില്ലാതെ നിരക്ക് കൂട്ടാനാകാത്തതിനാൽ ഹോട്ടലുകൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ചായക്ക് 10 രൂപ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അതിപ്പം കൂട്ടണമെങ്കിൽ നമുക്ക് പഞ്ചായത്തിൻ്റെ എന്തെങ്കിലും ഓർഡർ ഇല്ലാതെ നമുക്ക് കൂട്ടാൻ കഴിയില്ല. എന്ത് വില കൂട്ടണമെങ്കിൽ നമുക്ക് പഞ്ചായത്തിൻ്റെ ഓർഡറോ ഗവൺമെൻറ് ഓർഡറോ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഗ്യാസിന് പൈസ, പച്ചക്കറിക്ക് പൈസ, എല്ലാത്തിനും പൈസയാണ്. ഇതിപ്പം നമ്മൾ നടത്തിയിട്ടെങ്കിൽ നമ്മളെ ചെറുപുഴയിലെ ജനങ്ങൾ വളരെ കഷ്ടത്തിലാവും. അതുകൊണ്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞങ്ങളെ പഞ്ചായത്തോ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ. എന്തായാലും നമുക്കിത് പകുതി കിട്ടിയിട്ട് പോകാൻ കഴിയില്ല. ലോണില്ലതാണ്. ലോൺ അടക്കാതെ എന്തായാലും നമുക്ക് പോകാൻ കഴിയില്ല. വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ലോൺ അടക്കാൻ കഴിയില്ല. അവിടെ ലോൺ അടക്കേണ്ടതുകൊണ്ട് ഇത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റൂ. എല്ലാ വർഷവും മാർച്ചിൽ പുതുക്കി നൽകുന്ന സബ്സിഡി അരിയുടെ പെർമിറ്റ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടപടികൾ കാരണം ഇതുവരെ പുതുക്കിയിട്ടില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത്. പെർമിറ്റ് പുതുക്കി തന്നിട്ട് എല്ലാ വർഷവും ഒരു വർഷം പുതുക്കുന്നതാണ്. മാർച്ച് മാസത്തിൽ പുതുക്കുന്നതാണ്. അന്നേരം തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് അന്നേരം പുതുക്കാൻ പറ്റിയില്ല. പുതുക്കി തന്നിട്ടാ, ഓർഡർ വന്നിട്ടാ. ഉയർന്ന വിലയ്ക്ക് അരി വാങ്ങി കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം നൽകേണ്ട സാഹചര്യം ജനകീയ ഹോട്ടലുകളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിരിക്കുകയാണെന്ന് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ്. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ശിശുരോഗം, ജനറൽ മെഡിസിൻ, ENT വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ. ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, NICU, PICU, ECG സൗകര്യങ്ങൾ. അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം. ചികിത്സയ്ക്ക് ഇനി ചെലവേറില്ല. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനും 04985 242140. മൊബൈൽ 6238 064141.